അബൂത്വാലിബിൻ്റെ വേർപാടോടുകൂടെ പ്രവാചകൻ വലിയ പരീക്ഷണങ്ങളാണ് നേരിടേണ്ടി വന്നത്. കാരണം മക്ക മുശ്രിക്കീങ്ങളുടെ ശത്രുത ശക്തമായി വർദ്ധിച്ചു. അതിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ആളാണ് റസൂലുള്ളാഹി തങ്ങളുടെ മൂത്താപ്പ അബൂലഹബ്. റസൂലുള്ളാഹി തങ്ങൾ ആളുകൾ കൂടുന്ന സ്ഥലത്ത് ചെന്ന് അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, അല്ലയോ ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്ന് പറയുമ്പോൾ അബൂലഹബ് പിന്നിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയും, ഇന്നഹു സാബിഉൻ കദ്ദാബ്, ഇവൻ കളവ് പറയുന്നവനാണ്, വിശ്വസിക്കരുതേ എന്ന്. റസൂലുള്ളാഹി തങ്ങളുടെ പിന്നാലെ നടന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ ഉപദ്രവിച്ച ആളാണ് അബൂലഹബ്. അതുപോലെ തന്നെ ഉഖ്ബത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കഴുത്തിൽ ഷാള് ചുറ്റി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കഴുത്തിൽ മുറിവേൽപ്പിച്ച ആളാണ്. അബൂജഹല് അള്ളാഹുവിൻ്റെ റസൂല് പരിശുദ്ധ കഅബാലയത്തിൻ്റെ മുറ്റത്ത് സുജൂദിൽ കിടന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ പിരടിയിൽ ചവിട്ടി നിന്ന ആളാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് ചാർത്തി ഉഖ്ബ. ഇങ്ങനെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ നേരിട്ടും സഹാബത്തുൽ കിറാമിനെയും ക്രൂരമായി മക്കയിലെ മുശ്രിക്കീങ്ങൾ ആക്രമിച്ചുകൊണ്ടിരുന്നു. മുശ്രിക്കീങ്ങളുടെ ഉപദ്രവം സഹിക്കവയ്യാതായപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തിൻ്റെ 11ാമത്തെ വർഷം, അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 51 വയസ്സ് പ്രായമുള്ളപ്പോൾ ത്വാഇഫിലേക്ക് ദഅവത്തുമായി കടന്നു ചെല്ലാൻ തീരുമാനിക്കുകയാണ്. അവിടെയുള്ള ആളുകൾ, അഥവാ പ്രത്യേകിച്ച് സഖീഫ് ഗോത്രക്കാർ, പ്രവാചകന് സ്വീകരണം നൽകുമെന്നും പ്രവാചകനെ ഉൾക്കൊള്ളുമെന്നും പ്രവാചകൻ വിശ്വസിച്ചു. പക്ഷേ മറിച്ചായിരുന്നു അനുഭവം. ത്വായിഫിലേക്ക് കടന്നു ചെന്ന പ്രവാചകനെ അവർ ക്രൂരമായി മർദ്ദിച്ചു എന്ന് മാത്രമല്ല, ആ വാർത്തകൾ മുഴുവൻ മക്കയിലേക്ക് അവരെത്തിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫുകാരുടെ കല്ലേറുകൊണ്ട് കാലിൽ നിന്ന് രക്തം വാർന്നൊലിച്ചപ്പോൾ സങ്കടത്തോടുകൂടെ ഉരീത്തപ്പന തോട്ടത്തിൻ്റെ ചുവട്ടിൽ പോയിരിക്കുകയാണ്. ഉത്ബത്ത് ഷൈബത്ത് എന്ന് പറയുന്ന രണ്ടാളുകളുടേതായിരുന്നു ആ തോട്ടം. സങ്കടം തോന്നിയ അവർ അദ്ദാസ് എന്ന് പറയുന്ന അടിമയെ ഒരു കുല മുന്തിരിയുമായി പ്രവാചകന്റെ സമീപത്തേക്ക് പറഞ്ഞയച്ചു. പ്രവാചകനുമായി സംഭാഷണം നടത്തിയ അദ്ദാസ് പ്രവാചകനെക്കുറിച്ച് ബോധ്യപ്പെടുകയും റസൂലുള്ളാഹി തങ്ങളുടെ കൈകാലുകൾ അദ്ദാസ് ചുംബിക്കുകയും ചെയ്തത് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോഴാണ് പ്രവാചകന്റെ അടുക്കിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ പറഞ്ഞയക്കുന്നത്. അവിടെ നിന്ന് സമ്മതിച്ചാൽ മലകൾ മറിച്ചിട്ട് ത്വായിഫിൻ്റെ ജനതയെ മുഴുവനും നശിപ്പിച്ചു കളയാമെന്ന്. പക്ഷേ റഹ്മത്തുല്ലിൽ ആലമീനായ, ലോകത്തിനു മുഴുവനും അനുഗ്രഹീതനായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ ജനതയിൽ നിന്ന് പിൽക്കാലഘട്ടത്തിൽ ആരെങ്കിലും ഒരാൾ വിശ്വസിച്ചാൽ അതല്ലേ ഇവർ മുഴുവനും നശിച്ചു പോകുന്നതിനേക്കാൾ നല്ലത്, അതുകൊണ്ട് ഇവരെ നശിപ്പിക്കരുതെന്ന് പറഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ച് മക്കയിലേക്ക് തന്നെ യാത്ര പുറപ്പെടുകയാണ്. മടക്കയാത്രയിൽ കർണുൽ മനാസിൽ എന്ന ഹജ്ജിൻ്റെ മീഖാത്തിൻ്റെ പ്രദേശത്തെത്തിയപ്പോഴായിരുന്നു മലക്കുകൾ പ്രവാചകനെ സമീപിച്ചതും പ്രവാചകന്റെ മറുപടിയും. ആ യാത്ര അങ്ങനെ മക്കയിലേക്ക് തുടർന്നു. നഖ്ല എന്ന പ്രദേശത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർദ്ധരാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. നിസ്കാരത്തിൽ പ്രവാചകന്റെ ഖുർആൻ പാരായണം കേട്ട ഒരു പറ്റം ജിന്നുകൾ റസൂലുള്ളാഹി തങ്ങളോട് ഞങ്ങൾക്ക് മുസ്ലിം ആകണമെന്ന് പറയുകയും റസൂലുള്ളാഹി തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്തു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യവർഗത്തിനും മാത്രമല്ല ജിന്നുവർഗത്തിനും പ്രവാചകനായി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ പ്രവാചകൻ മക്കയിലെത്തുന്നതിനു മുമ്പ് തന്നെ ത്വായിഫിലുള്ള ആളുകൾ പ്രവാചകന്റെ ത്വായിഫ് സന്ദർശനത്തിനെ കുറിച്ചും ദഅവത്തിനെ കുറിച്ചും മക്കക്കാർക്ക് വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കക്കാർ വലിയ പ്രക്ഷുബ്ധരായി. അവർ പ്രവാചകനെ മക്കയിലേക്ക് കടക്കാൻ സമ്മതിക്കാതെ മക്കയിലേക്കുള്ള അതിർത്തിയിൽ വെച്ച് തടയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്ഇം ഇബ്നുൽ അദിയ് എന്ന് പറയുന്ന ആളിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു, ഞങ്ങൾക്ക് അഭയം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. മുത്ഇം ഇബ്നുൽ അദിയ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷുഐബ് അബീ ത്വാലിബിൽ താമസിച്ച കാലഘട്ടത്തിൽ ആ ഉപരോധം പിൻവലിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ആളാണ്. അദ്ദേഹം തന്റെ മക്കളോട് ആയുധങ്ങൾ അണിയാൻ പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നടുവിൽ നിർത്തി ആ സംഘം പരിശുദ്ധമായ കഅബയിലേക്ക് നടന്നു. കഅബയുടെ 4 മൂലയിലും ആയുധധാരികളായ 4 മക്കളെ നിർത്തി കഅബയുടെ ചോട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിർത്തിയിട്ട് മുത്ഇം ഇബ്നുൽ അദിയ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഖദ് അജർതു മുഹമ്മദ, മുഹമ്മദിന് ഞാൻ അഭയം കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഒരാളും മുഹമ്മദിനെ തൊട്ടുകൂടാ. അങ്ങനെ മുത്ഇം ഇബ്നു അദിയിന്റെ സംരക്ഷണത്തിലായി പ്രവാചകൻ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും തരണം ചെയ്ത് ദഅവത്ത് തുടർന്നുകൊണ്ടേയിരുന്നു.
പക്ഷേ മക്കയിലുള്ള ജീവിതം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടം നിറഞ്ഞതായിരുന്നു. കാരണം ഇതുവരെ തനിക്കെല്ലാ സംരക്ഷണവും തന്നിരുന്ന അബൂ താലിബിന്റെ മരണവും ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മരണവും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് സഹിക്കാവുന്നതിലപ്പുറത്തായിരുന്നു. അതോടൊപ്പം ത്വായിഫിൽ നിന്നുണ്ടായ ദുരനുഭവം പ്രവാചകനെ മാനസികമായി വല്ലാതെ വിഷമിപ്പിച്ചു. ഈ സങ്കടങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രവാചകന് ഒരു മോചനം ലഭിക്കാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയതാണ് ഇസ്റാ മിഅ്റാജ് എന്ന സംഭവം. ഷഅബ് അബീ താലിബിൽ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്മാര് സഞ്ചരിക്കാറുള്ള ബുറാഖ് എന്ന വാഹനവുമായി വന്ന് പ്രവാചകനെ അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോവുകയാണ്. ബൈത്തുൽ മുഖദ്ദസിലെത്തിയ പ്രവാചകൻ അവിടെ പൂർവ്വകാല പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിക്കുകയും അവിടെ നിന്ന് 1-ാം ആകാശത്തിലേക്കും പിന്നീട് 2-ാം ആകാശത്തിലേക്കും അവസാനം 7 ആകാശങ്ങളും താണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള സിദ്റത്തുൽ മുൻതഹ എന്ന ഈ പ്രപഞ്ചത്തിന്റെ ബൗണ്ടറിയും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് അല്ലാഹു മാത്രം അറിയുന്ന പ്രവിശ്യയിലേക്ക് യാത്ര ചെയ്തു. അതാണ് മിഅ്റാജ്. ഓരോ ആകാശത്തിലും പല പ്രവാചകന്മാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി നിസ്കരിച്ചു. സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചാണ് 2ാമത്തെ പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒറിജിനൽ രൂപത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത്. സിദ്റത്തുൽ മുൻതഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു പോരുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നിശ്ചയിച്ച ഒരു സ്ഥലത്തേക്ക് എത്തുകയും അവിടെ വെച്ച് അല്ലാഹുവുമായി നേരിട്ട് മുനാജാത്ത് നടത്തുകയും ചെയ്തു. ആ മുനാജാത്തിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് സമ്മാനമായി കൊടുത്തതാണ് 5 നേരത്തെ നിസ്കാരം.